ജാതി അധിക്ഷേപത്തിന്റെ കൊടുകുത്തിയ നാടായിട്ട് കേരളത്തിലെ വിദ്യാലയങ്ങൾ മാറി തുടങ്ങി എന്നുള്ളതിന്റെ തെളിവായിരുന്നു നമ്മൾ കണ്ടിരുന്ന കണ്ണൂർ അഞ്ചരക്കണ്ടി കോളേജിലെ ദന്തൽ വിദ്യാർത്ഥിയുടെ മരണം. നമ്മളെല്ലാവരും കണ്ടതാണ്, വേദനിച്ചതാണ്. എന്നാൽ ഇന്ന് ആ കോളേജിൽ നിന്ന് തന്നെ വരുന്ന വിദ്യാർത്ഥികളുടെ നിലപാടിലുണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. നമ്മളത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നിലപാട് മാറ്റിയാണ് അവർ സംസാരിക്കുന്നത്. റാമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവിടെ സംസാരിക്കുന്നത്. എന്നാൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് അന്ന് ഈ സംഭവം ഉണ്ടായപ്പോൾ വിദ്യാർത്ഥികളടക്കം അവരുടെ രോഷമെന്ന് പറയുന്നത് അത്രയും കുറേ നാൾ പുകഞ്ഞ് അടക്കി പിടിച്ചിട്ടുള്ള ആ ഒരു പുറത്തേക്കുള്ള ഒരു രോഷമായിരുന്നു. ഇന്ന് നമ്മളത് നോക്കുമ്പോൾ അവിടെ വ്യത്യസ്തരാവുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് അവിടെ സംസാരിക്കുന്നത് തേർഡ് ഇയേഴ്സ് ആണ്, അവസാന വർഷക്കാരാണ്. അല്ല, തേർഡ് ഇയേഴ്സ് അല്ല, അവസാന വർഷ വിദ്യാർത്ഥികളാണ്. അപ്പൊ ഇന്ന് അവരുടെ നിലപാടിലുണ്ടായിരിക്കുന്ന മാറ്റം ഇതൊരു ഏറ്റവും വലിയ അരാഷ്ട്രീയതയിലേക്കല്ലേ പോകുന്നത്? നമ്മളെ സംബന്ധിച്ച് അതൊരു ഭയപ്പെടുത്തുന്ന ഒരു സൂചനയാണ്. കൂടെ പഠിക്കുന്ന സഹപാഠിയുടെ ഒരു മരണം, അതിനുശേഷം ഇത്ര നാളുകൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം ആ വിദ്യാർത്ഥികളെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ പ്രതികരിക്കാനിടയായ സാഹചര്യം എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ആ വീഡിയോകളൊക്കെ കണ്ടു നിന്ന് മനസ്സിലാക്കുന്നത് അവരെന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ കൂടി നിൽക്കുന്നവരുടെ മുഖമെല്ലാം ക്യാമറയിലേക്ക് നോക്കുന്നില്ല, എല്ലാവരും തലകുനിഞ്ഞാ നിൽക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്. എല്ലാവരുടെ മുഖവും തലകുനിഞ്ഞാണ് നിൽക്കുന്നത്. അവിടെ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, ഫസ്റ്റ് ഇയർ പിള്ളേര്, ഈ മരിച്ച വിദ്യാർത്ഥി എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറുകാരനായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ എവിടെ എന്ന് ആ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർ പറയുന്നത് അവർക്ക് എക്സാം നടക്കുക, അവരെ വിളിക്കാൻ പറ്റുമോ, ഇല്ല അവർക്ക് ഇപ്പൊ എക്സാം നടക്കുവാണ്. അപ്പൊ അവിടെ ആ പെൺകുട്ടി പറയുന്നതാണ്, സീനിയർ പറയണം, ഇല്ല അവർക്ക് എവിടെ എക്സാം നടക്കുവാണ്, ഇപ്പൊ അവരെ വിളിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, എക്സാം നമ്മൾ വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ല. അല്ല, അത് അങ്ങനെ ഇവര് അവിടെ ഉത്തരം മുട്ടുന്നുണ്ടെന്നേ. കാരണം ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ അവിടെ വന്നാൽ ഉറപ്പായിട്ടും അവിടെ ഇവരുടെ എല്ലാ കള്ളക്കളികളും തോൽക്കും അല്ലെങ്കിൽ പോകും. എനിക്ക് തോന്നുന്നു ഈ ദന്തൽ കോളേജിൽ ഇപ്പോൾ PR പഠിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ PR ആൻഡ് അഡ്വർടൈസിങ് പഠിപ്പിക്കുന്നുണ്ടോ, എനിക്കറിയില്ല കേട്ടോ. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതില് ഒരു വൈരുദ്ധ്യമാണ് നമുക്ക് തോന്നുന്നത്. അതായത് ആദ്യം ഈ പറയുന്ന നിതിൻ രാജിന്റെ മരണത്തിന് ശേഷം ആ വിദ്യാർത്ഥികളെല്ലാവരും വലിയ പ്രക്ഷോഭത്തിലായിരുന്നു. ആ കോളേജ് ആകെ അത്തരത്തിലായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. വാർത്തകളൊക്കെ കാണുമ്പോഴും ആ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളും, ഒട്ടുമിക്ക വിദ്യാർത്ഥികളും അവിടുത്തെ പല തെറ്റായ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇത്തരത്തിലൊരു ടേൺ ആ വിദ്യാർത്ഥികളിൽ നിന്നുണ്ടാവുന്നത്. ഇതിപ്പോഴൊന്നുമല്ല, ഈ ഒരു വാർത്ത മാത്രമല്ല, കുറച്ച് ദിവസങ്ങൾ മുന്നേ ഡോക്ടർ റാമിനെ കോളേജിലേക്ക് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി കോളേജിലേക്ക് കൊണ്ടുവന്ന സമയത്തും സോറി സാർ എന്ന് പറഞ്ഞ് കരഞ്ഞ് കൊണ്ട് മാപ്പപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളെയും നമുക്ക് കാണാനായി പറ്റി. ഇതെന്തുകൊണ്ടാണ്? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു പ്രഷറാണോ, അവർക്ക് കൊടുക്കുന്ന പ്രഷറാണോ, നീയൊന്നും ഇവിടുന്ന് പാസ്സായി പോവില്ല, ഒന്നെങ്കിൽ അങ്ങനെ ആവാം. ഇതൊക്കെ അന്ന് എല്ലാ വിദ്യാർത്ഥികളുടെയും സീനിയേഴ്സിൻ്റെ തന്നെ അല്ലേ, ഒരുപാട് വിദ്യാർത്ഥികളുടെയൊക്കെ അഭിപ്രായങ്ങൾ എടുത്തപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു. നമ്മളൊരു അഭിപ്രായം ചൂണ്ടിക്കാണിച്ച് സാറേ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഞങ്ങളെ മാർക്ക് കുറയ്ക്കും, അല്ലെങ്കിൽ C മാർക്ക് കുറയ്ക്കും, അങ്ങനെയുള്ള ഒരുപാട് അസമത്വങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്ന് ഈ വിദ്യാർത്ഥികൾ തന്നെ സൂചിപ്പിക്കുന്നു. അതിൻ്റെ ഒരു വലിയൊരു പ്രതിഷേധം ഈ നിതിൻ രാജിന്റെ മരണത്തിന് ശേഷം വിദ്യാർത്ഥികളാകമാനം സംസാരിക്കുന്ന, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സമൂഹമായി മാറിയിട്ടുണ്ടായി. അവിടെ നിന്നാണ് ഈ ടേൺ നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ വിഷ്ണു പറഞ്ഞതുപോലെ അവസാന വർഷ വിദ്യാർത്ഥികളാണ്, എന്തെങ്കിലുമൊക്കെ പ്രഷർ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം, സ്വാഭാവികമാണ്. കാരണം അവരുടെ കോളേജിനെ ബാധിച്ചിരിക്കുന്ന, അവരുടെ ബ്രാൻഡിങ്ങിനെ അല്ലെങ്കിൽ ഒരു ഫെയിമിനെ ബാധിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് ഈ നിതിൻ രാജിന്റെ മരണം. അതിലുൾപ്പെട്ടിട്ടുള്ള ഡോക്ടർ റാം ആയിക്കോട്ടെ, സംഗീത എന്ന് പറയുന്ന മാം ആയിക്കോട്ടെ, പക്ഷേ പുള്ളിക്കാരത്തിയെ പിന്നീട് അത്ര റെക്ടിഫൈ ഒക്കെ ചെയ്ത് കുഴപ്പമില്ലാതെ പോയി. ഡോക്ടർ റാം ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ടിരിക്കുന്നത് എന്ന് പറയാൻ പറ്റും. അതിൽ ഡോക്ടർ റാം നടത്തിയിട്ടുള്ള അധിക്ഷേപപരമായിട്ടുള്ള കാര്യങ്ങൾ, വിദ്വേഷങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ജാതി തരത്തിലുള്ള വിവേചനങ്ങളൊക്കെ തന്നെയും വിദ്യാർത്ഥികൾ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്.
അല്ലാതെ മാധ്യമങ്ങൾ പടച്ചുവിട്ടതല്ല. വിദ്യാർത്ഥികൾ തന്നെ ഇത്തരത്തിൽ സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെയാണ് ക്ലാസ്സിൽ പെരുമാറുന്നത്, ഇങ്ങനെ ഒരു പെരുമാറ്റമുണ്ട് ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ വിദ്യാർത്ഥികളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പെട്ടെന്ന് എന്തുകൊണ്ട് ഇവർക്കൊരു മാറ്റം സംഭവിക്കുന്നു വിദ്യാർത്ഥികളാണെന്ന് മാറ്റി പറയുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അരാഷ്ട്രീയതയിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്നു എന്നുള്ളതാണ് അല്ലേ. അന്ന് നിലപാട് കൃത്യമായിട്ട് പറഞ്ഞ വിദ്യാർത്ഥികളാണ് ഇന്നിവിടെ അവർ അത് മാറ്റി പറയുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ ഭാവിയെ കുറിച്ചോർത്ത് എന്തെങ്കിലും ഒരു പേടി ഉണ്ടായേക്കാം. ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നൊരു പ്രഷർ ഇങ്ങനെ അത്തരത്തിൽ വരികയാണെങ്കിൽ, ഇങ്ങനെ ഒരു ഭീഷണി എന്തോ ആയിക്കോട്ടെ അത് വരികയാണെങ്കിൽ അവരുടെ ഭാവിയാണ് അത് നശിപ്പിക്കുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ടും അത് തിരുത്തി പറയാൻ ബാധ്യസ്ഥരാം. ഇതിലൊരു വിദ്യാർത്ഥി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് നിതിൻ രാജന്റെ മരണത്തിന്റെ സമയത്ത് ഞങ്ങൾ അങ്ങനെ സംസാരിക്കാൻ കാരണം അവന്റെ കുടുംബത്തോട് ഞങ്ങൾ കുറച്ച് അവന്റെ മരണത്തോടൊക്കെ പ്രതികരിക്കാതിരുന്നത് എന്നൊക്കെ പറയുന്നത്. അതെങ്ങനെയാണ് ശരിയാവുന്നത്? ഒരു മരണം സംഭവിച്ചു, ശരി, ഇത്ര നാൾ കഴിഞ്ഞാണ് അവരിപ്പോ അവർക്ക് ബോധോദയം വരുന്നത്. അന്ന് അവർ പ്രതികരിക്കാതിരിക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അപ്പൊ പറഞ്ഞത് മൊത്തം തെറ്റായി എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ എന്തുകൊണ്ട് അന്ന് മാനേജ്മെന്റിനെതിരെ അല്ലെങ്കിൽ കോളേജിലെ മറ്റ് അധ്യാപകർക്കൊക്കെ എതിരെ ഇവരിങ്ങനെ സംസാരിക്കാനായിട്ട് മുന്നോട്ട് വന്നു? അത് തെറ്റാണെന്നല്ലേ അർത്ഥം. ഒരു കുടുംബത്തെ, ഇപ്പം നിതിൻ രാജിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെയാണ് എന്ന് പടച്ചുവിടുന്നതാണോ വിദ്യാർത്ഥി സമൂഹം ചെയ്യേണ്ടത്? ഇത് നിതിൻ രാജിന്റെ സംഭവം മാത്രമല്ലെന്നേ, ഇത് രോഹിത് വെമുല മുതൽ ഒരുപാട് സംഭവങ്ങൾ നമ്മളുടെ ക്യാമ്പസുകളിൽ, നമ്മളുടെ രാജ്യത്തെ ക്യാമ്പസുകളിൽ ഈ ദളിത് വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടാവുന്നതാണെന്നേ. ഇത്തരം അനീതികൾ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇതിനെതിരെ ചോദ്യം ചെയ്യാൻ പേടിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞ വാക്ക് മാറ്റി പറയുന്ന ഒരു അരാഷ്ട്രീയ വിദ്യാർത്ഥി സമൂഹത്തെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇന്ന് തന്നെ അവരത് മാറ്റി പറയുന്നുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെയാണ് അവർക്കത് പറ്റുന്നത്? അവരിപ്പോ പറയാണ്, ഇപ്പൊ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് അവിടെ, റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇത്രയും നാൾക്ക് ശേഷമാണല്ലോ നിങ്ങൾ വന്ന് റാമിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്, ഇപ്പൊ എന്താണ് അത് ഇത്രയും വൈകിയത് എന്താണ്? ഇതിനൊന്നും ഉത്തരമില്ല. ഫസ്റ്റ് ഇയേഴ്സ് പിള്ളേരെ വിളിച്ചിട്ട് അവരെവിടെ, ഫസ്റ്റ് ഇയേഴ്സ് പിള്ളേരെവിടെ എന്ന് ചോദിക്കുമ്പോൾ അവരവിടെ എക്സാം എഴുതുവാണ്. അവിടെ അവരോട് സംസാരിക്കാൻ പറ്റുമോ? അല്ല, അത് അവർക്ക് അതുപോലെ യാഥാർത്ഥ്യമാണെങ്കിൽ ഒരു മനുഷ്യന് അത് സംസാരിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവും. പക്ഷെ ഇതിൽ പറയുന്ന വിദ്യാർത്ഥികളൊക്കെ തന്നെയും പലവട്ടം ആവർത്തിച്ച് എവിടെയോ പഠിച്ച് പറയുന്ന പോലെ ഇവരുടെ മുഖം കണ്ടാൽ മനസ്സിലാവുന്നേ. അവിടെ കൂടി നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും മുഖം കണ്ടാൽ അറിയാം ഒരു ഭയം. അവർ പറയുന്നത് നുണയാണെന്നുള്ള കാര്യവും അവർ പഠിച്ച് പറയുന്ന കാര്യമാണെന്നും അവർക്കറിയാം. ആ പറയുമ്പോൾ അവരുടെ മുഖത്ത് ആ കുറ്റബോധം വരുന്നുണ്ട്. അല്ല വിഷ്ണു, നമുക്കിതില് അവർ പറയുന്നത് സത്യമാണോ എന്താണോ എന്നുള്ളത് നമ്മൾ നിർണ്ണയിക്കാൻ നമ്മൾ ആരുമല്ല. പക്ഷെ ഒരു ഭയം അവരിൽ കാണുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ചിന്തിപ്പിക്കേണ്ടിയിരിക്കുന്നതും. എന്തുകൊണ്ട് ഇവർ വിദ്യാലയത്തെ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് പ്രഷറാണോ, എന്തുകൊണ്ട് ഭയക്കുന്നു? ആ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ഉന്നത വിദ്യാഭ്യാസം മുടങ്ങും, ബിരുദം ഉൾപ്പെടെ മുടങ്ങും എന്നുള്ള ഭയമാണെങ്കിൽ അതിന് സർക്കാർ സംവിധാനങ്ങൾ നിലവിലുണ്ട്. വിദ്യാർത്ഥികളൊക്കെ തന്നെയും ആ നിലയിലാണ് മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ ഇത്തരത്തിൽ നുണയായിക്കോട്ടെ, ഇങ്ങനെ എന്തുമായിക്കോട്ടെ, ആദ്യം പറഞ്ഞ് രണ്ടാമത് ഇത് മാറ്റി പറയുന്നു, ഭയം ഉൾക്കൊണ്ട് പറയുന്നു, വിമർശിക്കാനുള്ള അവകാശമില്ലാത്ത ഈ സാഹചര്യത്തെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തല്ല പോകേണ്ടത്. പകരം അത് ചൂണ്ടിക്കാണിക്കുകയാണ് വേണ്ടത്. ആ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം അന്ന് കോളേജിനകത്തുണ്ടായിരുന്നു. ഇന്ന് മാറ്റി പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. നിതിൻ രാജന്റെ മരണം സംഭവിച്ചപ്പോൾ നമ്മൾ കമന്റ് ബോക്സുകൾ പരിശോധിച്ചാൽ ആ കുടുംബത്തിന് പോയി, അച്ഛനും അമ്മയ്ക്കും പോയി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ അന്ന് അവൻ അനുഭവിച്ച മാനസികാവസ്ഥ എന്താണ്, ഡോക്ടർ റാം ചെയ്ത തെറ്റെന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായി വെളിച്ചത്ത് വരേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾ പറയുന്ന അനുസരിച്ച് ഡോക്ടർ റാം എന്തൊക്കെയോ എപ്പോഴും ഇങ്ങനെയൊക്കെയാണ്. അതങ്ങനെയാണ്. ഇപ്പൊ ജാതി അധിക്ഷേപം നടത്തുന്നു, ഒരുപാട് പേരുകൾ ഡോക്ടർ റാമിനെ നിറത്തിന്റെ പേരിലാണ് അവിടെ അധിക്ഷേപിക്കുന്നത് അല്ലെ. നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും അധിക്ഷേപിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാനിപ്പോ പറയുന്നതല്ല കേട്ടോ, ഇതൊക്കെ അന്നത്തെ വിദ്യാർത്ഥികൾ പറയുന്നതാന്നേ. അന്ന് അവിടുത്തെ വിദ്യാർത്ഥികൾ പറഞ്ഞ കാര്യമാണ്. നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുന്നു, കുറെ ഇരട്ടപ്പേര് വിളിക്കുന്നു, ഇങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ടെന്നേ. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാൽ അതേ വിദ്യാർത്ഥികൾ വന്നിട്ടാണ് ഇന്ന് പറയുന്നത്, റാം സാർ ഞങ്ങളുടെ പാപ്പിച്ചായൻ, മറ്റേ സിനിമ പറയുന്ന പോലെ പാപ്പിച്ചായനും ആളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ നാട് ഇങ്ങനെ ആവുമായിരുന്നു എന്നൊക്കെ പറയുന്നു. കൺകണ്ട ദൈവമാണ് റാം സാർ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഒന്ന് മനസ്സിലാക്കൂ, കൂടെ പഠിച്ച അല്ലെങ്കിൽ കൂടെ പഠിച്ച സഹപാഠിയാണ് കൊല്ലപ്പെട്ടത്. അവൻ്റെ മരണം ഇത്രത്തോളം, അല്ലെങ്കിൽ അത് കാണാതെ അവിടെ ആ വിദ്യാർത്ഥികൾ സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, അവരുടെ കണ്ണുകളിൽ ഭയമുണ്ട്, അവരുടെ കണ്ണുകളിൽ കുറ്റബോധമുണ്ട്. എന്നാലും അവരത് പറയും. കാരണം സിസ്റ്റം, അവരുടെ ആ ഒരു അക്കാദമിക് സിസ്റ്റം അത് അവർക്ക് കൊടുക്കുന്ന പ്രഷറാണ്, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് അവർക്ക് മാറുന്നത്.